നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്ത, CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ വിവാദം. പാർട്ടി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കേണ്ട എന്നാണ് കുടുംബം പറയുന്നത്. പിന്നിൽ നിന്ന് കുത്തിയവർ മൃതദേഹം കാണാൻ വരേണ്ട എന്നും കുടുംബം പറയുന്നു. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ വ്യക്തിഹത്യ നടത്തിയത് P. രാജുവിന് ആഘാതമായെന്ന് മുതിർന്ന നേതാവ് K. ഇസ്മായിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതിനിടെ വന്നിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, കുറച്ച് വർഷം മുൻപുള്ള ഒരു കാര്യമാണ്. അതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ പിന്നീട് അന്വേഷണം നടന്നിരുന്നു. പക്ഷേ കൺട്രോൾ കമ്മീഷൻ അതിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി. എന്നാൽ അദ്ദേഹത്തിന് നേതൃതലത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്താൻ ഒരു അവസരം പാർട്ടി നൽകിയില്ല എന്നുള്ളത്, ആ വിഷമം ഇപ്പോൾ കുടുംബം ഈ തരത്തിലേക്ക് പങ്കുവയ്ക്കുകയാണോ വിഷ്ണു? അനുജ, ഏറെ നാള് CPI ജില്ലാ തലത്തിലും സംസ്ഥാനത്തിലും ഒക്കെ നയിച്ച ആളാണ് P. രാജു. ഒരുപക്ഷെ എറണാകുളത്ത് CPIയുടെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു P. രാജു. അദ്ദേഹം കുറേ വർഷക്കാലം CPI ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത്. ഒരു 2 കോടിയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉയർന്നു വരികയും പിന്നീട് പാർട്ടി കൺട്രോൾ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അതൊരു 2 ലക്ഷം രൂപയിലേക്കൊക്കെ ചുരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ആ പരാതിയിൽ അടിസ്ഥാനമില്ല എന്ന് കൺട്രോൾ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ പാർട്ടി സ്ഥാനമാനങ്ങളിലേക്ക് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത്തരം നടപടിയിലേക്കോ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെ ഈ കടുത്ത വിയോജിപ്പിനും പ്രതിഷേധത്തിനുമൊക്കെ കാരണം. സാധാരണഗതിയിൽ ഒരു CPI നേതാവ് അല്ലെങ്കിൽ ഒരു ഇടത് നേതാവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസുകളിൽ പ്രദർശനത്തിന് വെക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ തങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല എന്ന കുടുംബം വളരെ നേരിട്ട് തന്നെ അവർ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് നൽകിയ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ പ്രയാസങ്ങളെ പറ്റി CPI നേതാവ് K. ഇസ്മായിലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും അവസാന സമയങ്ങളിലൊക്കെ അദ്ദേഹം വലിയ മനോവിഷമം നേരിട്ടിരുന്നു. ആരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ദീർഘനാളായി ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് പാർട്ടിക്കുള്ളിലെ ചില ആളുകൾ തന്നെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ച തരത്തിലായിരുന്നു K. ഇസ്മായിലിൻ്റെ പോസ്റ്റ് വന്നത്. അതായത് അസാധാരണമായൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാവിലെയാണ് P. രാജുവിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഈ മൃതദേഹം നാളെ CPIയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കാനൊരു തീരുമാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി എത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു പറവൂർ ടൗൺ ഹാളിലേക്ക് പൊതുദർശനം നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ നിലവിൽ കുടുംബം പറയുന്നത് ഈ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കൊടിയടക്കം പുതപ്പിക്കുന്നത് അല്ലെങ്കിൽ കൊടിയടക്കം ചാർത്തുന്നതിനും തങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട്. ചില നേതാക്കളുടെ പേരുകൾ അവർ പറയുന്നുണ്ട്. ആ നേതാക്കൾ ഇദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കാണാൻ എത്തുന്നത് പോലും തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയോ വിഷ്ണു? അനുജ, നിലവിൽ മൃതദേഹം മെഡിസിറ്റിയിലാണുള്ളത്. രാവിലെ മുതൽ തന്നെ CPIയുടെ നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അവിടെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ CPIയുടെ AYF നേതാക്കളാണ് നോക്കുന്നത്. നിലവിൽ ഈ വിവാദം ഉയർന്നൊരു പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ CPIയുടെ ഒരു അടിയന്തര യോഗം ജില്ലാ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. ഒരുപക്ഷെ അക്കാര്യത്തിലായിരിക്കും, ആ യോഗത്തിന് ശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് CPI തയ്യാറാകുക. CPI ജില്ലാ നേതൃത്വത്തിനെതിരെ അടക്കം കടുത്ത വിമർശനങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ നിരയിലിരിക്കുന്ന ചില ആളുകളൊക്കെയാണ് P. രാജുവിനെ നിരന്തരം വേട്ടയാടിയ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത്. ഒരു തരത്തിലും ഈ പാർട്ടി തങ്ങളോട് നീതി കാണിച്ചിട്ടില്ല. ഏറെ നാൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ എറണാകുളത്ത് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ CPIയുടെ മുഖമായി നിന്ന് അത്തരം പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുള്ള, പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് P. രാജു. എറണാകുളത്ത് പറവൂരിൽ നിന്ന് തിരിച്ചടികളൊക്കെ അല്ലെങ്കിൽ ഇടതുപക്ഷം തിരിച്ചടികളൊക്കെ നേരിടുന്ന കാലഘട്ടത്തിൽ പോലും അസാധാരണമായി വിജയിച്ചു വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് P. രാജു. അങ്ങനെ CPIയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് മാത്രമല്ല സംസ്ഥാന തലത്തിൽ പോലും പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ നേതാവിന്റെ മൃതദേഹമാണ് പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കേണ്ടതില്ല എന്ന നിലപാട് കുടുംബം സ്വീകരിച്ചത്. അവരുടെ മനോവിഷമം അവർ എന്തുകൊണ്ട് എന്നത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി. ഞാനൊരിക്കലും ഈ പറഞ്ഞ പോലെ പാർട്ടിയായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. പുള്ളി വിഷമങ്ങൾ പുള്ളി പറയുന്ന രാത്രി മുഴുവൻ കൊടുത്തു നിൽക്കുന്ന അലിബാബിൽ ഞാൻ പിന്നെ കൂടുതലും അസിസ്റ്റന്റായിട്ട് നിന്നിരുന്നത്. അപ്പൊ പുള്ളി പറയുന്ന വിഷമങ്ങൾ കേട്ടിട്ടാണ്. ഇപ്പൊ അടുത്ത തവണ അഡ്മിറ്റ് ആവണം, മുമ്പൊക്കെ അഡ്മിറ്റ് ആയി. അതിന് ഇവിടെ ആശ്വാസമായി. കൺട്രോൾ കമ്മീഷൻ പറഞ്ഞത് കുറച്ചുകൂടി സന്തോഷമായി. പിന്നെ എക്സിക്യൂട്ടീവ് കൊടുന്നു പറയുന്ന സമയമായപ്പോഴേക്കും പുള്ളിക്ക് വീണ്ടും ടെൻഷനായി അഡ്മിറ്റായി. അഡ്മിറ്റായി ഈ 17-ാം തീയതി ആയപ്പോഴേക്കും ഇവരറിയാണ്ടായപ്പോൾ പിന്നെയും ബുദ്ധിമുട്ടായി. ICU അഡ്മിറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതില്
ചിലപ്പോൾ പുള്ളിയുടെ സമയം ശരിയല്ലായിട്ടായിരിക്കാം. ഞാനിപ്പോൾ ആരും കുറ്റം പറ്റില്ല, വലിച്ചു വിളിച്ചു തന്നെ പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവിന് സാധി കിട്ടാനായിട്ടും ഞങ്ങൾ കുടുംബക്കാർക്ക് സ്വസ്ഥമായിട്ട് ബാക്കി ചടങ്ങ് നടാനായിട്ട് ഇദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പറയപ്പെടുന്ന ആൾക്കാർ സ്വയം ബോധ്യമായിട്ട് നാളെ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. ഇത്ര എനിക്ക് പറയാം. അദ്ദേഹം ആശുപത്രിയിൽ ഇരുന്ന സമയത്തും അദ്ദേഹത്തിന് ഇത്തരം മനോവിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബാംഗം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് പാർട്ടി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകേണ്ടതില്ല എന്ന കുടുംബത്തിന്റെ തീരുമാനം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടൊന്നിന് 20 ലക്ഷം ചെലവ് നിശ്ചയിച്ച് സർക്കാർ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വീട് മാറി താമസിപ്പിക്കേണ്ടവരുടെ പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രിസഭാ യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? അനുജ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ വിശദമായിട്ടുള്ള ചർച്ചയാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനം ഈ പുനരധിവാസം ഭൂവിസ്തൃതി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. മാത്രവുമല്ല, ഈ ഭൂവിസ്തീർണം കൂട്ടണമെന്ന് ദുരന്തബാധിതർ ആവശ്യപ്പെടുകയും ഇക്കാര്യം ഉന്നയിച്ച് സമരം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ നേരത്തെ നിശ്ചയിച്ച 5 സെന്റ് എന്നുള്ളത് ഉയർത്തി അത് 7 സെന്റായി പുനഃക്രമീകരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഓരോ യൂണിറ്റിനും അനുവദിച്ചിരിക്കുന്ന തുകയായിരുന്നു. അതായത് ഇതിൽ സുപ്രധാനമായത് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടൊന്നിന് 20 ലക്ഷം രൂപ ചെലവ് നിശ്ചയിച്ച സർക്കാർ തീരുമാനമെടുത്തു എന്നുള്ളതാണ്. നേരത്തെ 25 ലക്ഷം രൂപയായിരുന്നു സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് ഊരാളുങ്കലിനോടക്കം സംസാരിച്ച് യൂണിറ്റ് ഒന്നിന് ഉള്ള ചെലവ് അത് കുറയ്ക്കണം എന്നുള്ള ആവശ്യം അങ്ങനെ അത് ആലോചിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. ഏതായാലും ആ വിഷയത്തിലും ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നു. ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടൊന്നിന് 20 ലക്ഷം രൂപ ചെലവ് നിശ്ചയിച്ച സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. മാത്രമല്ല 2B ലിസ്റ്റ് തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട്. അതായത് നോ ഗോ സോൺ മേഖലയിൽ നമുക്കറിയാം നോ ഗോ സോണിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ദുരന്തം കാരണം ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളെ ഉൾപ്പെടുത്തിയുള്ള കരട് ഫേസ് 2B ലിസ്റ്റ് ഉണ്ടാകും. നോ ഗോ സോണിന്റെ പരിധിയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വീടുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് തിട്ടപ്പെടുത്താൻ വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇക്കാര്യം നേരത്തെ 24 വാർത്തയാക്കുകയും ചെയ്തിരുന്നതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇതെല്ലാം പരിഗണിച്ചുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് മന്ത്രിസഭായോഗം കൈക്കൊണ്ടിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നതിനിടെ കുടിശ്ശിക പൂർണ്ണമായി അനുവദിച്ച് സർക്കാർ. സമരം വിജയമെന്നും ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ സമരം തുടരുമെന്നുമാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സമരത്തെ തള്ളി ആശാ വർക്കേഴ്സ് രംഗത്തെത്തി. സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ജനുവരി മാസത്തെ കുടിശ്ശിക കൂടി സർക്കാർ അനുവദിച്ചത്. നാഷണൽ ഹെൽത്ത് മിഷനാണ് ഓണറേറിയം കുടിശ്ശികയും ഇൻസെന്റീവും അനുവദിച്ചത്. ഇതോടെ 3 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായി നൽകി. ഓണറേറിയം ലഭിച്ചതിൽ സന്തോഷമെന്നും സമരം നിർത്തണമെങ്കിൽ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണമെന്നും സമരക്കാർ. അയ്യോ, സമരം ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല. കുടിശ്ശികയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്തത്. ഞങ്ങൾക്ക് സമരം ചെയ്തതിന് പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് പിരിച്ചുവിടൽ ആനുകൂല്യം ഞങ്ങൾക്ക് തരുക. മറ്റൊന്നുള്ളത് പെൻഷനാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് 21,000 രൂപ ആക്കുക. സമരത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതായത് കേന്ദ്രം നൽകേണ്ട ഇൻസെന്റീവ്സിന്റെ 60% ഉണ്ടല്ലോ, അത് ഏതാണ്ട് 100 കോടി രൂപ ആശമാരുടെ ഇൻസെന്റീവ്സിന് നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്രം. 2023-20 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ സമരരീതിയെ ആശാ വർക്കേഴ്സ് തള്ളി. സമരത്തിന്റെ പേരിൽ ആരെങ്കിലും അതിനെ സമരത്തെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി അക്രമം നടത്തിയത് ഞങ്ങൾക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞങ്ങൾ അക്കൗണ്ടബിൾ അല്ല ആ വിഷയത്തിൽ. അല്ല, അക്രമത്തോടെ ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം ഞങ്ങൾ 18 ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നത് അക്രമം നടത്താനായിരുന്നേ വളരെ വൈകാരികമായ തലത്തിലാണ് ഞങ്ങളിരുന്നത്. പക്ഷേ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അക്രമം നടത്തില്ല, ഒരു തരത്തിലുമുള്ള നിയമലംഘനം നടത്തില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഉയർന്നു. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന് സമരത്തിന് ബദൽ സമരവുമായി CITU. കേന്ദ്ര അവഗണന ഉയർത്തി കോഴിക്കോട്ടും കണ്ണൂരും ആലപ്പുഴയിലും CITU പ്രതിഷേധം നടത്തി. ചിറയിൻ കീഴിൽ ആശാ വർക്കേഴ്സിനെ CITU നേതാക്കൾ വീട് കയറി ഭീഷണിപ്പെടുത്തി എന്ന് പരാതിയുണ്ട്.
സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അതിശക്തമായി മുന്നോട്ടു പോകുമ്പോഴാണ് ബദൽ സമരവുമായി CITU രംഗത്തെത്തുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടതെന്നാണ് CITU നിലപാട്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം CITUവിന്റെ സമരത്തിന് പിന്നിലുണ്ട്. കോഴിക്കോടും കണ്ണൂരും ആലപ്പുഴയിലുമാണ് ബദൽ സമരം തുടങ്ങിയത്. തിരുവനന്തപുരത്ത് AG's ഓഫീസിന് മുന്നിൽ നാളെ സമരം നടത്തും. അതിനിടെ തിരുവനന്തപുരം ചിറയിൻകീഴ് ആശാ വർക്കേഴ്സിനെ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. CITU പ്രാദേശിക നേതാവിൻ്റെതാണ് ഭീഷണി. ഈ ഭീഷണി സംസ്ഥാന തലത്തിലുണ്ട്. ഞങ്ങളെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആശാ വർക്കർമാർ. കാരണം വീടുകൾ കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും സമരത്തിന് പോകാൻ പാടില്ല, തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി കളയും, ഇതാണ് അവർ പറയുന്നത്. ആരോപണം നിഷേധിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഞാൻ CITUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണല്ലോ, ആ ആരോപണം ഞാൻ നിഷേധിക്കാം. CITUവിന് അങ്ങനെ ഒരു നിലപാടില്ല. അത് വെറുതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമേ അതിനെ കാണാൻ കഴിയൂ. തൊഴിലാളിയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടിന്റെ പക്ഷത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ പിന്തുണച്ച് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ സമരം ഒന്നുകൂടി ശക്തമാക്കാനാണ് തീരുമാനം. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന 3-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ചികിത്സയിലുള്ള മാതാവ് ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയില്ല. പ്രതി അഫാൻ ലഹരിക്ക് അടിമയല്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതോടെയാണ് പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രാഥമിക മൊഴിയും രേഖപ്പെടുത്തി. അഫാന്റെ രക്തപരിശോധനാ ഫലമടക്കം പോലീസിന് ഡോക്ടേഴ്സ് കൈമാറി. മദ്യമല്ലാതെ മറ്റൊരു ലഹരിയും കൊലപാതക ദിവസം അഫാൻ ഉപയോഗിച്ചിട്ടില്ല. പ്രതി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന ആരോപണങ്ങളും പോലീസ് നിഷേധിച്ചു. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതിയെ റിമാൻഡ് ചെയ്തു. 2 ദിവസം കൂടി മെഡിക്കൽ കോളേജ് പ്രത്യേക സെല്ലിൽ തുടരും. അതിനുശേഷമാകും കസ്റ്റഡിയിൽ വാങ്ങുക. മറ്റു കേസുകളിലെ അറസ്റ്റും തെളിവെടുപ്പും അതിനുശേഷമാകും. അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയെടുക്കാൻ പോലീസ് എത്തിയെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ മടങ്ങി. ആരോഗ്യനിലയിൽ പുരോഗതി വന്ന ശേഷം മൊഴിയെടുക്കും. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തൽ. ഷമിയുടെയും അഫാന്റെയും മൊഴി വിശദമായി എടുക്കുന്നതിലൂടെ കൂട്ടക്കൊല സംബന്ധിച്ച ദുരൂഹത പൂർണ്ണമായും നീക്കാനാകുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. അയാളെ പാങ്ങോട് CI പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ സാമ്പത്തികമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ പിന്നീട് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനിടെ ഫർസാനയുടെ കൊലപാതകത്തിന് തൊട്ട് മുമ്പത്തെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്നും പേരുമലയിലേക്ക് ഇടവഴിയിലൂടെ വരുന്നതും പിന്നാലെ അഫാൻ ബൈക്കിൽ പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. 24 തിരുവനന്തപുരം. ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് കേസ്. കുടിവെള്ളമെടുക്കാൻ പോയ സഹതടവുകാരിയായ വിദേശ വനിതയെ ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തത് വിവാദമായിരുന്നു. ഭാസ്കര കാരണവർ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഷെറിൻ കണ്ണൂർ വനിതാ ജയിലിലാണ് കഴിയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. നൈജീരിയൻ പൗരയായ തടവുകാരി കുടിവെള്ളമെടുക്കാൻ പോയപ്പോൾ ഷെറിനും മറ്റൊരു തടവുകാരിയായ ഷബ്നയും ചേർന്ന് മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. മർദ്ദനമേറ്റ തടവുകാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ കണ്ണൂർ ടൗൺ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ അസാധാരണ വേഗത്തിൽ സർക്കാർ തീരുമാനമെടുത്തത് വിവാദമായിരുന്നു. ജയിലിലെ നല്ല നടപ്പും മാനസാന്തരവും നിയമപരമായ അർഹതയും പരിഗണിച്ചാണ് ജയിൽ മോചനത്തിന് ശുപാർശ നൽകിയതെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം തന്നെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. മന്ത്രിസഭാ ശുപാർശ ഗവർണറുടെ പരിഗണനയിലാണ്. ഷെറിന് ശിക്ഷാ കാലയളവിലും മോചന ശുപാർശയിലും രാഷ്ട്രീയ ഉന്നതരുടെ സഹായം കിട്ടിയെന്നാണ് ആരോപണം. ഇതിനിടെയാണ് പുതിയ കേസ്. 24 കണ്ണൂർ. കോൺഗ്രസിൽ വിവാദങ്ങളും അതൃപ്തിയും തുടരുന്നതിനിടെ ഹൈക്കമാൻഡ് വിളിച്ച നിർണായക യോഗം നാളെ ഡൽഹിയിൽ. തെരഞ്ഞെടുപ്പാണ് മുഖ്യ അജണ്ടയെങ്കിലും നിലവിലെ വിവാദങ്ങൾ ചർച്ചയാകും. കെ സുധാകരൻ അധ്യക്ഷനായി തുടരുമോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ വിവാദങ്ങളും പരസ്പരം പഴിചാരലുകളും അവസാനിപ്പിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ ഐക്യം തിരികെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ്. തെരഞ്ഞെടുപ്പ് പ്രധാന അജണ്ടയെങ്കിലും നേതൃമാറ്റവും നിലവിലെ വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും. KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടരുമോ എന്ന കാര്യത്തിലും തീരുമാനമാകും. മാറ്റമുണ്ടായാൽ കെ സുധാകരന് പകരമായി അടൂർ പ്രകാശിനോ ബെന്നി ബെഹനാനോ ആണ് സാധ്യത ഏറെ. നേതൃമാറ്റമുണ്ടായാൽ 10 DCC പ്രസിഡന്റുമാർക്ക് കൂടി മാറ്റമുണ്ടാകും. അങ്ങനെയെങ്കിൽ മാറ്റങ്ങൾ ഏപ്രിലിന് മുമ്പ് തന്നെ നടപ്പായേക്കും. അതേസമയം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്നാണ് ചില നേതാക്കളുടെ അഭിപ്രായം.
തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചേക്കും. പുനഃസംഘടന സംബന്ധിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ പക്കലുണ്ട്. ഇന്ദിരാഭവനിൽ നാളെ വൈകിട്ട് 4 മണിക്കാണ് യോഗം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, ഡോക്ടർ ശശി തരൂർ MP, രമേശ് ചെന്നിത്തല എന്നിവർക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള MPമാരും യോഗത്തിൽ പങ്കെടുത്തേക്കും. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പടലപ്പിണക്കങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. സമവായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാളെ ചേരുന്ന യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. വിനീത VG 24 ഡൽഹി. KPCC നേതൃമാറ്റം തള്ളി കോൺഗ്രസ് നേതാക്കൾ. നേതൃമാറ്റം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായി K മുരളീധരൻ പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ശശി തരൂർ KPCC പുനഃസംഘടന തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രതിസന്ധിയുടെ പടുകുഴിയിലാണ് കോൺഗ്രസ്. ഒടുവിൽ പ്രതിരോധിക്കാൻ മുതിർന്ന നേതാക്കൾ നേരിട്ടിറങ്ങി. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരൻ പുറത്തേക്കെന്ന വാർത്ത തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്കകത്ത് ഒരു ചർച്ചയും നടക്കുന്നില്ല. ഒരു ചർച്ചയും KPCC പ്രസിഡന്റ് മാറ്റുമായിട്ട് ഞാൻ ഇന്നലെ ചാനലിലാണ് ഞാൻ അറിയണ്ടേ അങ്ങനെ ഒരു ചർച്ച നടക്കണ്ടേ? ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവർ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവരെ എടുക്കും. ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല. KPCC പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും പിന്തുണക്കുമെന്ന് രമേശ് ചെന്നിത്തല. ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടി ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരാളിനെ KPCC പ്രസിഡന്റായിട്ട് തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കും. തലസ്ഥിതി തുടരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിൽ അന്തിമ തീരുമാനം പാർട്ടിക്കുള്ളതാണ്. പ്രത്യക്ഷത്തിൽ K സുധാകരന് പിന്തുണ നൽകിയായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. എല്ലായിടത്തും വാർഡ് തലത്തിൽ കുടുംബസംഗമങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല ജനപങ്കാളിത്തമുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച എങ്ങനെ വന്നു എനിക്കറിയില്ല. ഇതൊരു അനാവശ്യ ചർച്ചയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനിടയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ നാളെ പങ്കെടുക്കുമെന്ന് ശശി തരൂർ MP. തിരുവനന്തപുരത്ത് എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞു, ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ടോ? ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധയോട് കേൾക്കോ പോണു കേട്ടോ. ശരി, വരട്ടെ. കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ മുന്നണിയുടെ ഐക്യത്തെ ബാധിക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം പ്രതികരിച്ചു. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UDFൽ ചർച്ച ചെയ്യാറില്ലെന്ന് UDF കൺവീനർ MM ഹസൻ വ്യക്തമാക്കി. 24 കൊച്ചി. വിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം ഈരാറ്റുപേട്ട മാജിസ്ട്രേറ്റ് കോടതിയിൽ പൂർത്തിയായി. തെളിവെടുപ്പ് പൂർത്തിയായതിനാലും ആരോഗ്യസ്ഥിതി പരിഗണിച്ചും ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗം വാദിച്ചു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്നും ജാമ്യം നൽകിയാൽ തെറ്റായ സന്ദേശം സമൂഹത്തിനാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം കൂടി വരുന്നതായി എക്സൈസിന്റെ കണക്ക്. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ മാസം മാത്രം ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് 41 കേസുകൾ എടുത്തു. പ്രതികളിലേറെയും 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളാണ്. സമാനമായ രീതിയിൽ ഓരോ ജില്ലയുടെയും കണക്കെടുക്കാനാണ് എക്സൈസ് തീരുമാനം. ഒപ്പം ബോധവത്കരണവും നിയമ നടപടികളും വരും ദിവസങ്ങളിൽ ശക്തമാക്കും. ഇന്നത്തെ മറ്റു ചില വാർത്തകളിലേക്ക് ചുരുക്കത്തിൽ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചന്താമരയുടെ ജാമ്യാപേക്ഷ തള്ളി. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി.
മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം നഷ്ടപ്പെട്ടതിൽ കൂറുമാറിയ വനിതാ അംഗത്തിന്റെ ഭർത്താവിനെതിരെ സിപിഐഎം നേതാക്കളുടെ ഭീഷണി. തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സുധീർ പുന്നപ്പാലയെയാണ് സിപിഐഎം എടക്കര ഏരിയ സെക്രട്ടറിയും CITU ഏരിയ സെക്രട്ടറിയും ഭീഷണിപ്പെടുത്തിയത്. മത്സ്യമേഖലയിലും സർക്കാരിന്റെ കടുംവെട്ട്. നടപ്പ് സാമ്പത്തിക വർഷം മത്സ്യമേഖലയിൽ സർക്കാർ വെട്ടിക്കുറച്ചത് 90 കോടി രൂപ. തുക വെട്ടിക്കുറച്ചത് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഗുണകരമാകേണ്ട 33 പദ്ധതികളിൽ. പാതിവില തട്ടിപ്പിൽ സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ്കുമാറിനെ കുടുക്കി അനന്തകൃഷ്ണന്റെ മൊഴി. സ്കൂട്ടർ നൽകാൻ കഴിയില്ലെന്ന് ഉറപ്പായിട്ടും പണം വാങ്ങാൻ ആനന്ദകുമാർ നിർബന്ധിച്ചതായി അനന്തകൃഷ്ണൻ. അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങളിലും പുറംപോക്കുകളിലും സ്ഥിരമായോ താത്കാലികമായോ കൊടിമരങ്ങൾ നാട്ടുന്നത് ഹൈക്കോടതി വിലക്കി. അനുമതിയില്ലാതെ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ കൊടിമരങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള സർക്കാർ നയത്തിന് 6 മാസത്തിനകം രൂപം നൽകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഡൽഹി നിയമസഭയിലെ സസ്പെൻഷനെതിരെ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി MLA മാർ. സ്പീക്കറുടെ നടപടിക്കെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിഷി.